ഓരോ മനുഷ്യനും ഞാൻ എങ്ങോട്ടാ പോകുന്നതെന്ന് ചിന്തിച്ച പ്രശ്നം കഴിഞ്ഞു. ഉപദേശകന്മാരുടെ ദാരിദ്ര്യം ഉണ്ടായിട്ടില്ല, ഒരു കാലത്തുണ്ടായിട്ടില്ല. അത് അറിവും തിരിച്ചറിവും തമ്മിലുള്ള വ്യത്യാസമല്ലേ. നമ്മൾ ടീച്ച് ചെയ്ത ഒരാൾക്ക് അറിവേ കിട്ടുള്ളൂ. മനുഷ്യന്റെ പഠനം നടക്കുന്നത് ഇംപ്ലിസിറ്റ് ആയിട്ടാണ്. അവൻ പോലും അറിയാതെ നഷ്ടപ്പെട്ട ഒന്നിനെ പറ്റി പഠിപ്പിക്കാൻ കഴിയില്ല. നഷ്ടപ്പെട്ട ഒന്നിനെ കുറിച്ച് പഠിപ്പിക്കാം, അതിൽ നിന്നും നേടിയെടുക്കേണ്ട പോയിന്റിനെ കുറിച്ച് പഠിപ്പിക്കാൻ പറ്റും. പക്ഷെ അവൾ സ്നേഹം എന്ന് കരുതുന്ന കെട്ടിപ്പിടിക്കലും ഉമ്മവെക്കലും ആയിരിക്കും. വ്യത്യസ്തമാവാലോ സ്നേഹത്തിന്റെ ഡെഫിനേഷൻ. ഫീമെയിൽസിൽ ഫെമിനൈൻ വാല്യൂസ്, പുരുഷന്മാരിൽ മസ്കുലൈൻ വാല്യൂസ് ആണ് കുറേയൊക്കെ ഡിഫോൾട്ട് ആയിട്ട് കിടക്കുന്നത്. കറന്റ് സിനാരിയോയിൽ നമുക്ക് ഒരു ശബ്ദത്തിന്റെ പോലും ഒരു ഇലക്ട്രോണിക് വെർഷനെ കേൾക്കാൻ പറ്റുന്നുള്ളൂ, ഒരു റെക്കോർഡഡ് വെർഷനെ കാണാൻ കഴിയുന്നുള്ളൂ. ഇവിടേക്ക് നമ്മൾ മാറിയിരിക്കുന്ന സമയത്ത് നമുക്ക് ഇതിനെ എങ്ങനെ ട്യൂൺ ചെയ്തു, അല്ലെങ്കിൽ ഇതിനെ എങ്ങനെ ജീവിതവുമായി പ്രകൃതിയിലേക്ക് ഇറങ്ങണം എന്നുള്ളത് ശരിയാണ്. നമ്മൾ ഇതിനെപ്പറ്റി അവെയർ ആണെങ്കിൽ നമ്മൾ ഇറങ്ങുകയും അതിന് സമയം കണ്ടെത്തുകയും ഒക്കെ ചെയ്യാറുണ്ട്. അല്ലാതെ ഇത് ബോധേഡല്ലാതെ ജീവിതം ഇങ്ങനെ ആസ്വദിച്ചു പോകുന്ന ഒരു വിഭാഗമുണ്ട്. അവരൊരു ട്രബിൾ, അവരെവിടെയും പോയി ഒന്ന് ഇടിച്ചു നിൽക്കുമ്പോഴേ അപ്പോഴത്തേക്ക് ഇത് ഏകദേശം കഴിഞ്ഞിട്ടുണ്ടാവും, റിവേഴ്സ് ചെയ്യാൻ പറ്റാത്ത രീതിയിലായിട്ടുണ്ടാവും. പിന്നെ ഞാനൊരു കാര്യം പറയട്ടെ, എൻ്റെ പ്രിൻസിപ്പിൾ, എൻ്റെ ലൈഫിൻ്റെ തന്നെ പ്രിൻസിപ്പിളിൽ ഐ എം നോട്ട് ബോതേഡ് അബൌട്ട് ദ സൊസൈറ്റി. ഓരോ മനുഷ്യനും ഞാനത് പഠിപ്പിക്കുന്നത്. ലോകമെല്ലാം എങ്ങോട്ടാ പോകുന്നത്, കുട്ടികളെല്ലാം എങ്ങോട്ടാ പോകുന്നത്, ഇത് നമ്മൾ ചിന്തിച്ചിട്ടൊരു കാര്യമില്ല. ഓരോ മനുഷ്യനും ഞാൻ എങ്ങോട്ടാ പോകുന്നതെന്ന് ചിന്തിച്ചാൽ പ്രശ്നം കഴിഞ്ഞു. എവിടെ സൊസൈറ്റി പറഞ്ഞൊരു സാധനം ഉണ്ടോ? നമ്മൾ മറ്റുള്ളവരെ പറ്റി ചിന്തിക്കേണ്ട ആവശ്യമില്ല. ചിന്തിക്കേണ്ട ആവശ്യമില്ല എന്നല്ല, അതിന് ചിന്തിക്കുന്നതിനൊരു ബദലുണ്ട്. ഇപ്പൊ എൻ്റെ കൂടെ അടുത്ത് എൻ്റെ വീട്ടിൽ ജീവിക്കുന്നവരോ അല്ലെങ്കിൽ എൻ്റെ ചുറ്റുവട്ടത്തിൽ ജീവിക്കുന്നവർക്കോ നിങ്ങൾ നിർബന്ധമായും കുറച്ച് സമയം പ്രകൃതിയിലും കൂടെ സ്പെൻഡ് ചെയ്യട്ടോ എന്ന് ഞാൻ ക്ലാസ് എടുത്തു കൊടുക്കണ്ട. എന്നെ കാണുന്നുണ്ടവർ, എന്നെ കണ്ടു നിൽക്കുന്നവരായിരുന്നു മുൻപവർ. എൻ്റെ വൈഫ് പോലും എന്നെ കണ്ടു നിൽക്കുന്നവളായിരുന്നു, പക്ഷെ ഇന്ന് അവൾ എൻ്റെ കൂടെ പ്രകൃതിയിൽ ഇറങ്ങിയിട്ടുണ്ട്. സോ സമൂഹത്തിന് ടെക്നോളജി പറഞ്ഞു കൊടുക്കലോ അല്ലെങ്കിൽ ഗൈഡൻസ് കൊടുക്കലോ അതിനുള്ള ആളുകളുടെ ദാരിദ്ര്യം ഉണ്ടായിട്ടേ ഇല്ല. ഉപദേശകന്മാരുടെ ദാരിദ്ര്യം ഉണ്ടായിട്ടില്ല, ഒരു കാലത്തുണ്ടായിട്ടില്ല. എല്ലാ കാലഘട്ടത്തിലും ഇവിടെ മാസ്റ്റേഴ്സ്, ഗുരുക്കന്മാർ അല്ലെങ്കിൽ സയന്റിസ്റ്റുകൾ ഇങ്ങനെയുള്ളവർ എല്ലാം പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇനി പറഞ്ഞു കൊടുത്തിട്ടും വല്ല കാര്യമുണ്ട്? ഈ ടൊബാക്കോ കിൽസ് എന്നുള്ളത് ഏറ്റവും കൂടുതൽ അറിയ സിഗരറ്റ് വലിക്കുന്നവനാണ്. കാരണം അവൻ എന്നും അതിൽ കവൾ അളിഞ്ഞു പോയ ചിത്രം അതിൽ കാണുന്നുണ്ട്. നമ്മളെക്കാൾ കൂടുതൽ എഴുതി വെച്ചേക്കുന്നത് അവിടെയാണ്. അതെ, ഞാനിന്നവരെ ശരിക്കും കണ്ടിട്ടില്ല. വല്ല റോഡിലൊക്കെ കിടക്കുന്ന പാക്കറ്റിൽ എഴുതിയതേ കണ്ടിട്ടുള്ളൂ. ഇത് പോക്കറ്റിൽ തന്നെ കൊണ്ടു നടക്കുന്നവന് എന്നും അത് കാണുന്നുണ്ട്. ഇപ്പൊ ടൊബാറ്റോ കിൽസ് എന്ന അറിവ് എന്നേക്കാൾ കൂടുതൽ അത് വലിക്കുന്നവനാണ് ഉള്ളത്. അത് അറിവാണ്, എനിക്കുള്ളത് തിരിച്ചറിവാണ്. അവിടെ ഒരു സെന്റൻസും കൂടെ ഉണ്ട്, ടൊബാറ്റോ കിൽസ്, ദാറ്റ്സ് വൈ ഐ എം നോട്ട് യൂസിങ് ടൊബാക്കോ എന്നുള്ളത്. അത് അറിവും തിരിച്ചറിവും തമ്മിലുള്ള വ്യത്യാസമല്ലേ. നമ്മൾ ടീച്ച് ചെയ്ത ഒരാൾക്ക് ആ അറിവേ കിട്ടുള്ളൂ. നിങ്ങൾക്കൊരു സത്യം അറിയോ? ശ്രദ്ധിക്കണം, മനുഷ്യൻ പഠിക്കുന്ന അറിവുകൾ ഉണ്ടല്ലോ, ഇതിനെ രണ്ട് അറിവുകളായിട്ട് നമുക്ക് തരംതിരിക്കാം. ഇംപ്ലിസിറ്റ് നോളജ് ആൻഡ് എക്സ്പ്ലിസിറ്റ് നോളജ്. ഞാൻ രണ്ട് നോളജ് ഉണ്ട്. ഈ എക്സ്പ്ലിസിറ്റ് നോളജ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഞാനിതാ സംസാരിക്കുന്നത് കേട്ടിട്ട് ആളുകൾ ചിലതൊക്കെ പഠിച്ചിട്ടുണ്ടാവും. നിങ്ങളുടെ പല വീഡിയോസിൽ നിന്നും പലരും പഠിച്ചിട്ടുണ്ടാവും. കാരണം വ്യത്യസ്തരായ ആളുകളല്ലേ കൊണ്ടുവന്നിട്ട്. അപ്പൊ ഇങ്ങനെ നമ്മൾ യൂട്യൂബ് വീഡിയോസിലൊക്കെ കാണുന്ന, അല്ലെങ്കിൽ ലൈവിൽ തന്നെ ഇവിടെ ഒരു പന്തലിട്ടൊരു പ്രഭാഷണം നടക്കുന്നു, അതിൽ പോയി ഇരുന്ന് പഠിക്കുന്നതൊക്കെ എക്സ്പ്ലിസിറ്റ് നോളജാണ്. ഇംപ്ലിസിറ്റ് നോളജ് എന്ന് പറഞ്ഞാൽ കണ്ട് പഠിക്കുന്നതാണ്, മണത്ത് പഠിക്കുന്നതാണ്, രുചിച്ച് പഠിക്കുന്നത്, എക്സ്പീരിയൻസ് ചെയ്ത് പഠിക്കുന്നതാണ് ഇംപ്ലിസിറ്റ് നോളജ്. കൃത്യമായൊരു രേഖയല്ലെങ്കിലും 90% കൂടുതലും എന്ന് പറയാം മോനുഷ്യന്റെ പഠനം നടക്കുന്നത് ഇംപ്ലിസിറ്റ് ആയിട്ടാണ്. അവൻ പോലും അറിയാതെയാണ് അവൻ പഠിക്കുന്നത്. സോ ഒരു മനുഷ്യന് പഠിക്കുവാൻ ആവശ്യം എന്താണെന്നറിയോ? മോഡലിനെയാണ് ആവശ്യം. ഞാൻ ഒരു എക്സാമ്പിൾ പറയട്ടെ. ഞാനൊരു മനുഷ്യന് മെൻ്റൽ സ്ട്രെങ്ത്തിനെ കുറിച്ച് പഠിപ്പിക്കുകയാണെന്ന് വിചാരിച്ചു. അതിൻ്റെ എല്ലാ തിയറട്ടിക്കൽ സൈഡും എനിക്കറിയാം, പക്ഷെ എനിക്ക് മെൻ്റൽ സ്ട്രെങ്ത് ഇല്ല. ഇത് പറയുന്ന എനിക്ക് മെൻ്റൽ സ്ട്രെങ്ത് ഇല്ലെങ്കിൽ എൻ്റെ മെൻ്റൽ സ്ട്രെങ്ത് ഇല്ലായ്മയെ ഞാൻ ഈ പഠിപ്പിക്കുന്ന 1-2 ദിവസം ട്രെയിനിങ് പ്രോഗ്രാം ആണെങ്കിൽ ഇതിൻ്റെ ഇടയിൽ എവിടെയോ വെച്ച് എൻ്റെ മെൻ്റൽ സ്ട്രെങ്ത് ഇല്ലായ്മയെ അവൻ പഠിച്ചിട്ടുണ്ടാവും, മനസ്സിലാക്കിയിട്ടുണ്ടാവും. അത് കോപ്പി ചെയ്യും. ഞാൻ പഠിപ്പിച്ചൊന്നും തലേ കയറില്ല, പക്ഷേ ഇടയിൽ വെച്ച് ഞാൻ എപ്പോഴെങ്കിലും വെപ്രാളം കാണിച്ചതോ ഞാൻ ടെൻഷൻ ആയതോ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അവൻ്റെ ബ്രെയിൻ എടുക്കുന്ന ഒരു മെസ്സേജ് എന്താണെന്നറിയോ? മെൻ്റൽ സ്ട്രെങ്ത് പ്രസംഗിക്കാൻ കൊള്ളാവുന്നതും പ്രാക്ടിക്കലാക്കാൻ അത് പറയുന്ന ആൾക്ക് പോലും പറ്റാത്തതുമായ ഒരു കാര്യമാകുന്നു. ഇതിലൊരു കോൺഫ്ലിക്റ്റ് തോട്ട് ഷെയർ ചെയ്തോട്ടെ. ഇപ്പം നമ്മുടെ നാട്ടിൽ പറയാറുണ്ട് വാസവദത്തയുടെ ചാരിത്ര പ്രസംഗം, അതായത് ഒരു വേശ്യ ചാരിത്ര പ്രസംഗം നടത്തും. പക്ഷെ ഒരു ചാരിത്രത്തിന്റെ വില ഏറ്റവും അധികം അറിയാവുന്നത് വേശ്യക്കല്ലേ? ആയിരിക്കാം. അതെ. അപ്പോൾ വാസവദത്തയ്ക്ക് ചാരിത്ര പ്രസംഗം നടത്തിക്കൂടെ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഇപ്പോൾ മെൻ്റൽ ഇൽനെസ് കീപ്പപ്പ് ചെയ്യുന്ന ഒരാളാണ് മിസ്റ്റർ എക്സ് എന്ന് വിചാരിക്കുക. അയാൾക്ക് മെൻ്റൽ ഇൽനെസ്സിൽ നിന്ന് പുറത്തു വരാൻ കഴിയാത്ത രീതിയിൽ അയാൾ മെൻ്റൽ ഇൽനെസ് അനുഭവിച്ച്, എന്നാൽ അയാൾ മെൻ്റൽ ഇൽനെസ് മറ്റുള്ളവർ അനുഭവിക്കാൻ പാടില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണെങ്കിൽ അയാൾക്കൊരു നല്ല ട്രെയിനർ ആയിക്കൂടെ? അയാൾക്ക് മെൻ്റൽ ഇൽനെസ്സിനെ കുറിച്ച് പഠിപ്പിക്കാനേ പറ്റൂ. അദ്ദേഹം മെൻ്റൽ ഇൽനെസ്സിലേക്ക് പോയി മെൻ്റൽ ഇൽനെസ്സിൽ നിന്നും പുറത്തു വന്ന്
അദ്ദേഹം മെന്റൽ സ്റ്റെബിലിറ്റിയിലേക്ക് എത്തിയ ശേഷമേ അദ്ദേഹത്തിന് സ്റ്റെബിലിറ്റിയെ കുറിച്ച് സംസാരിക്കാൻ പറ്റും. നഷ്ടപ്പെട്ട ഒന്നിനെ പറ്റി പഠിപ്പിക്കാൻ കഴിയില്ലെന്ന് പറഞ്ഞാൽ നഷ്ടപ്പെട്ട ഒന്നിനെ കുറിച്ച് പഠിപ്പിക്കാം, അതിൽ നിന്നും നേടിയെടുക്കേണ്ട പോയിന്റിനെ കുറിച്ച് പഠിപ്പിക്കാൻ പറ്റില്ല. അതിന്റെ എക്സ്പീരിയൻസ് ഇല്ലല്ലോ. മഹാത്മാഗാന്ധിയൊക്കെ ഈ ശർക്കര തിന്നുന്നത് മാറ്റിവെച്ചിട്ട് അത് ഉപദേശിച്ചു എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുണ്ട്. ആണ് അത് അല്ല, അത് കറക്റ്റ് ഉദാഹരണമാണ്. ചെയ്തിട്ട് ഞാൻ എൻ്റെ ജീവിതത്തിൽ 100% പാലിക്കുന്ന ഒരു സാധനമാണ്. ഞാൻ ചെയ്യുന്നതേ ഞാൻ പറയൂ, അല്ലാത്ത ഒരു തിയറി ഞാൻ പറയില്ല. ഞാനൊരു കോഴ്സ് ഇറക്കി ഒരിക്കലും, ദാമ്പത്യ ജീവിതത്തിന്റെ കോഴ്സ്, സ്നേഹഭാഷ എന്ന ഇന്നും അത് ഓടുന്നുണ്ട് ഓൺലൈനിൽ. ആ കോഴ്സ് ഇറക്കാൻ വേണ്ടിയിട്ടുള്ള എഡ്യൂക്കേഷൻ എടുത്തു ഞാൻ. ദമ്പതികൾക്ക് ട്രെയിനിങ് കൊടുക്കണം, ഓൺലൈൻ കോഴ്സാണ്. ദമ്പതികളുടെ ഇടയിൽ സ്നേഹത്തിന്റെ മിസ്മാച്ച് ഉണ്ടാവും. ഒരാൾ സ്നേഹം എന്നാൽ ഇതാണ് എന്ന് പറഞ്ഞിട്ട് ഭാര്യ വിശ്വസിക്കുന്നു, മറ്റൊരാൾ സ്നേഹം എന്നാൽ ഇതാണെന്ന് പറഞ്ഞ് വേറെന്തോ വിശ്വസിക്കുന്നു. വളരെ സിമ്പിളായിട്ട് ഞാൻ ഒരേ പേരിൽ രണ്ട് കാര്യങ്ങൾ വിശ്വസിക്കുന്നു. അല്ല, ഓരോരുത്തർക്കും ഓരോ രീതി ഉണ്ടാവും. സ്നേഹത്തിന് പല തലങ്ങളില്ലേ. ഞാൻ ചിലപ്പോൾ സ്നേഹം കാണിക്കുക മസാല ദോശ വാങ്ങി തന്നിട്ടും സാരി വാങ്ങി തന്നിട്ടൊക്കെ ആയിരിക്കും, ഇതെന്റെ സ്നേഹമായിരിക്കും. പക്ഷെ അവൾ സ്നേഹം എന്ന് കരുതുന്ന കെട്ടിപ്പിടിക്കലും ഉമ്മ വയ്ക്കലും ആയിരിക്കും. വ്യത്യസ്തമാവാലോ സ്നേഹത്തിന്റെ ഡെഫിനിഷൻ. ലവ് മിസ്മാച്ച് എന്ന് പറയുന്ന സാധനം ഒരു ദാമ്പത്യ ജീവിതത്തിൽ വന്നാൽ പണി പാടും. അത് മാച്ച് ചെയ്തെടുക്കാൻ നല്ല പണിയായിരിക്കും. കാരണം അത് DNA ഉള്ളതാണ്. ആ മാച്ച് ആവില്ല, അത് കഷ്ടപ്പെടും ഒരുപാട്. ഇതായിരുന്നു ആ കോഴ്സിലുണ്ടായിരുന്നത്. ഞാൻ തിയററ്റിക്കലി ഞാൻ അത് മുഴുവൻ പഠിച്ചു. ബട്ട് അതിനുശേഷം നിങ്ങൾക്ക് എൻ്റെ വൈഫിനോട് വേണമെങ്കിൽ ചോദിക്കാം. അതിനുശേഷം ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട്, എനിക്കിത് പബ്ലിക്കിനെ പഠിപ്പിക്കാൻ ഭയമുണ്ട്. ഞാനും എൻ്റെ ഭാര്യയും തമ്മിൽ മിനിമം 6 മാസത്തേക്ക് പ്രാക്ടീസ് ചെയ്തു. ഈ സ്നേഹങ്ങൾ, രണ്ടുപേരുടെയും സ്നേഹങ്ങളുടെ തലങ്ങൾ എന്താണെന്നുള്ളത് മനസ്സിലാക്കി, സ്നേഹഭാഷ എന്താണെന്നറിയാം, അതെന്താണെന്നറിയാം. ഞാൻ എൻ്റെ ലൈഫിൽ ഇംപ്ലിമെൻറ്റ് ചെയ്ത് നോക്കി. അതിനുശേഷമാണ് ഞാനത് പബ്ലിക്കിനെ പഠിപ്പിക്കുന്നത്. കാരണം ഞാൻ എക്സ്പീരിയൻസ് ചെയ്യാതെ അത് പറയുമ്പോൾ അത് പറയുവാൻ നല്ല സങ്കോചമുണ്ട് എനിക്ക്. നമ്മൾ സഹസ്രാബ്ദങ്ങൾക്ക് പിന്നിലേക്ക് പോയി കഴിഞ്ഞാൽ ഈ വേട്ടയാടുന്ന കാലഘട്ടങ്ങളിൽ മനുഷ്യൻ, അന്ന് ഒരു പുരുഷന്റെ ഒരു ആവറേജ് ലൈഫ് എന്തായിരിക്കും എന്നറിയോ? ലക്ഷക്കണക്കിന് വർഷം നമ്മളത് ഫോളോ ചെയ്തിട്ടുണ്ടാവും. അന്നത്തെ ഒരു പുരുഷന്റെ ആവറേജ് ലൈഫ് എന്തായിരിക്കും എന്നറിയോ? രാവിലെ ആയ ആവനാഴിയിൽ മുഴുവൻ അമ്പം നിറച്ചിട്ട് ഒരു അമ്പും വില്ലും പിടിക്കുക, ഒരു പാറയുടെ സൈഡിലോ ഒരു പാറപ്പുറത്തോ ഒരു മരത്തിന്റെ മുകളിലോ ഉണ്ടാതിരിക്കുക. അവർ ചിലപ്പോൾ 10 ആളുണ്ടാവും അടുത്തടുത്ത്, പക്ഷെ ഉണ്ടാതിരിക്കുക. എന്തിനു വേണ്ടിയാ? മൃഗങ്ങൾ വന്ന് അമ്പ ചെയ്ത് വീഴ്ത്താൻ. അപ്പോൾ അവരുടെ മൈൻഡിൻ്റെയും ഫോക്കസിൻ്റെയും അവരുടെ ക്ഷമയുടെയും മറ്റും തലങ്ങൾ വേറെ തലത്തിൽ ഡെവലപ്പായി. ഇതേ സമയം ഈ പിടിച്ച മൃഗങ്ങളെ ഗുഹയിൽ കൊണ്ട കൊടുക്കും ഭാര്യമാർക്ക്. അവരതിനെ ചുട്ടെടുത്ത് വൃത്തിയാക്കി എല്ലാവർക്കും കഴിക്കാൻ പാകത്തിനൊക്കെ ആക്കുന്ന, അവിടെ ഒരു ഉത്സവാന്തരീക്ഷമായിരിക്കും, ഫെസ്റ്റിവൽ മൂഡായിരിക്കും ചിലപ്പോൾ അവിടെ. അതിൽ വളർന്ന സ്ത്രീകളും വേട്ടയാടാൻ നടക്കുന്ന പുരുഷന്മാരും തമ്മിലൊരു ഡിഫറൻസ് വന്നിട്ടുണ്ടാവില്ല. ഇവല്യൂഷണറി ആയിട്ടുള്ള സ്റ്റഡിയാണ് ഞാനീ പറയുന്നത്. ഇപ്പോൾ ഹ്യൂമൻ ബീങ് മുൻപത്തെ നരവംശാസ്ത്രത്തിലേക്ക് നമുക്കിത് മനസ്സിലാക്കാൻ പറ്റും. വളരെ മുൻപത്തെ മനുഷ്യരുടെ പെണ്ണിൻ്റെയും ആണിൻ്റെയും ജീവിതം എൻ്റർലി ഡിഫറെൻ്റ് ആയിരുന്നു. പക്ഷെ ഇത് നമ്മൾ ഏകദേശം ഒരുപോലെ ആക്കിക്കൊണ്ടിരുന്ന ഒരു കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത്. ഒരുപോലെ ആക്കുന്നതിൽ വലിയൊരു പ്രശ്നം സംഭവിച്ചിട്ടുണ്ട് കേട്ടോ. പെണ്ണിന് ആണിനെ പോലെ ആവാനുള്ള ട്രെയിനിങ് ധാരാളം കിട്ടുന്നുണ്ട് സൊസൈറ്റിയിൽ. പക്ഷെ ആണിന് പെണ്ണിനെ പോലെ ആവാനുള്ള ട്രെയിനിങ് ഇല്ല. അതിന്റെ ആവശ്യമുണ്ടോ? എന്തേ ആവശ്യമില്ലായ്മ? ഇത് പെണ്ണത്ര മോശം? ആണിന് എന്തുകൊണ്ട് പെണ്ണിനെ പോലെ? അല്ല, നമുക്ക് കുട്ടികളെ നോക്കാനും കാര്യങ്ങളും അല്ലെ പ്രസവിക്കാനും ഇതിന്റെ ഒന്നും ആവശ്യമാണില്ലല്ലോ. ഞാൻ ആ ഒരു ഉദ്ദേശത്തില് പറഞ്ഞു. അല്ല, ഒരു പെണ്ണിന് കഴിയുന്ന പലതും പുരുഷന് കഴിയാത്ത അവസ്ഥയാണുള്ളത് ഞാൻ ആലോചിച്ചിട്ട്. ആണ്. പക്ഷേ ഞാൻ ഒരു സിമ്പിൾ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറയട്ടെ. മസ്കുലൈൻ വാല്യൂസ് ആൻഡ് ഫെമിനൈൻ വാല്യൂസ് ഉണ്ട്. 2 സെറ്റ് ഓഫ് വാല്യൂസ് ഉണ്ട് ഹ്യൂമൻ ബീയിങ്ങിന്. കേട്ടിട്ടുണ്ട് എവിടെയെങ്കിലും ഈ വാക്കുകൾ? നമ്മൾ ആണ് പെണ്ണെന്ന് ചിന്തിക്കണ്ട. ലോകത്തിൽ 2 ടൈപ്പ് വാല്യൂസ് ഉണ്ട്, മസ്കുലൈൻ വാല്യൂസും ഫെമിനൈൻ വാല്യൂസും. മസ്കുലൈൻ വാല്യൂസ് എന്ന് പറഞ്ഞാൽ കീഴടക്കുക, വെട്ടിപ്പിടിക്കുക, പറഞ്ഞ വാക്ക് പാലിക്കുക, ധൈര്യം കാണിക്കുക, കോൺഫിഡൻസ് കാണിക്കുക, അങ്ങനെ പറയുമ്പോൾ തന്നെ രക്തം തിളയ്ക്കുന്നില്ലേ? അങ്ങനത്തെ വാല്യൂസിനെയൊക്കെ നമ്മൾ മസ്കുലൈൻ വാല്യൂസ് എന്ന് വിളിക്കും. ഫെമിനൈൻ വാല്യൂസ് എന്ന് പറഞ്ഞാൽ ചേർത്ത് പിടിക്കുക, അനുകമ്പ കാണിക്കുക, പിന്നെ സ്നേഹിക്കുക, ഒന്നായി കാണുക, വിട്ടുകൊടുക്കുക, ക്ഷമിക്കുക, സഹിക്കുക. ഇതൊക്കെ ഫെമിനൈൻ വാല്യൂസ് എന്നാണ് വിളിക്കുന്നത്. ബൈ നേച്ചർ നമ്മളുടെ ഇവിടെ ഫീമെയിൽസിൽ ഫെമിനൈൻ വാല്യൂസും പുരുഷന്മാരിൽ മസ്കുലൈൻ വാല്യൂസുമാണ് കുറേയൊക്കെ ഡിഫോൾട്ടായിട്ട് കിടക്കും. കുറേയൊക്കെ, 100% അല്ല. ബട്ട് നമ്മൾ ഈ സ്ത്രീകളുടെ മുന്നേറ്റം അങ്ങനത്തെ ട്രെയിനിങ്ങുകൾ കഴിഞ്ഞൊരു ഡെക്കേഡ്സ് ആയിട്ട് നടക്കുന്നുണ്ടല്ലോ. ഇതിലൊക്കെ എന്താ സംഭവിക്കുന്നതെന്ന് അറിയാം. ശരിക്കും ഫെമിനൈൻ വാല്യൂസ് നാച്ചുറൽ ആയിട്ടുള്ള സ്ത്രീകൾക്ക് മസ്കുലൈൻ വാല്യൂസും കൂടെ ട്രെയിനിങ് ചെയ്യുന്നു. അവൾക്ക് ആത്മവിശ്വാസം ഉണ്ടായിരിക്കണം, അവൾക്ക് തൻ്റെ ഇടം ഉണ്ടായിരിക്കണം, അവൾക്ക് അധ്വാനിക്കാൻ കഴിയണം, ഷീ ക്യാൻ ഏൺ മണി, അങ്ങനെ ഷീ ക്യാൻ ലേൺ, വലിയ വലിയ പഠനങ്ങളിലേക്ക് അവൾക്ക് കടക്കാം, എല്ലാം കീഴടക്കാൻ പറ്റും. പുരുഷന് പറ്റുന്നതൊക്കെ സ്ത്രീക്കും പറ്റും. സത്യമായിട്ടും പറ്റും. ഞാനും അതന്നെ വിശ്വസിക്കുന്ന, പറ്റണം, അങ്ങനെ ചെയ്യണം എന്നുള്ള. പക്ഷേ ഇതിന്റെ മറ്റേ സാധനം, സ്ത്രീയുടെ കയ്യിൽ മാത്രം നിൽക്കുന്ന കുറെ, അല്ലെങ്കിൽ ഫെമിനിൻ വാല്യൂസ് എന്ന് പറയുന്ന ആ സെറ്റ് ഉണ്ടല്ലോ, ഇതെന്താ പുരുഷന് പ്രാക്ടീസ് ചെയ്യാൻ പറ്റില്ലേ? പുരുഷന് സ്ത്രൈണ ഗുണങ്ങൾ എന്നറിയപ്പെടുന്ന ആ വാല്യൂ സിസ്റ്റംസ് പ്രാക്ടീസ് ചെയ്തില്ല. അതൊക്കെ പോട്ടെ, രാവിലെ എഴുന്നേറ്റ് മുറ്റടിക്കുന്ന പുരുഷൻ സങ്കല്പിക്കാൻ പറ്റുമോ?
അങ്ങനെ സങ്കല്പിക്കാൻ പറ്റുമോ? കുറെ ആൾക്കാരൊക്കെ ചെയ്യുന്നുണ്ടല്ലോ. ഞാൻ ചെയ്യുന്നുണ്ടേ, അതുകൊണ്ടാണ് ഞാൻ സങ്കല്പിക്കാൻ പറ്റുമോ ചോദിക്കുന്നത്. ഭാര്യയുടെ വസ്ത്രം അലക്കി കൊടുക്കുന്ന പുരുഷൻ സങ്കല്പിക്കാൻ പറ്റുമോ? ഇപ്പൊ അതൊക്കെ എന്നും സങ്കല്പിക്കാം. ഭാര്യയുടെ വസ്ത്രം അലക്കി കൊടുക്കണം എന്നല്ല ഞാൻ പറയുന്നത്. എനിക്ക് ഒഴിവുള്ള ദിവസം ഞാൻ എൻ്റെ ഭാര്യയുടെയും കൂടെ വസ്ത്രം അലക്കും.